ഒട്ടും കയ്പില്ലാതെ ചെറുനാരങ്ങച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1/2 കിലോ ചെറുനാരങ്ങ നന്നായി കഴുകി ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് ചെറുനാരങ്ങ സോഫ്റ്റ് ആവുന്നവരെ ആവി കയറ്റണം. അതിനുശേഷം ചെറുനാരങ്ങ 4ആക്കി കട്ട് ചെയ്ത് ഉള്ളിൽ നിന്നും കുരു മാറ്റി 2 ടേബിൾ സ്പൂൺ കല്ലുപ്പും 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും ചെറുനാരങ്ങയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അടുത്തതായി ഒരു ചട്ടി ചൂടാക്കി 3 ഏലക്കായ, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക് ഇതെല്ലാം ചട്ടിയിലേക്കിട്ട് വറുത്തെടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി ചൂടാക്കി 100 ml നല്ലെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വറുത്തെടുക്കണം. ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം 6 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കണം. ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. പൊടികൾ മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്യണം. അതിനുശേഷം നേരത്തെ പൊടിച്ചു വെച്ച ഉലുവ, കടുക്, വറുത്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുനാരങ്ങയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം. അവസാനമായി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കായത്തിന്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ചെറുനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം.